ഒരാളെ മനസ്സിൽ വിചാരിക്കൂ. അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ്, അതായത് ആ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റിയുള്ള ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്റ്റായതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് സി 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, 8 ഓഫ് വാൻസ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ഡിപ്രസ്ഡിലാണ്. ബട്ട് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. മാത്രമല്ല, ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതോർത്ത് റിഗ്രറ്റ്, കുറ്റബോധം എല്ലാമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പോൾ ആ വ്യക്തി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. കർമ്മഫലം, ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചതിൻ്റെ കുറ്റബോധം, നഷ്ടത്തിലിരിക്കുകയാണ് നിങ്ങളുടെ ആ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ. നിങ്ങൾ ഒരുപാട് തവണ ചേസ് ചെയ്തും ബെഗ് ചെയ്തും അയാളുടെ പിറകെ പോയി കാണും. അപ്പോഴൊക്കെ നിങ്ങളെ ഇഗ്നോർ ചെയ്ത ഒരു പേഴ്സൺ ആവാം ഈ വ്യക്തി. ബട്ട് ഇപ്പോൾ അയാളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒന്നും അയാൾ കാണുന്നു. ഈ 4 ഓഫ് കപ്സ് ഒന്ന് നോക്കിയേ. ഇതിൽ ഒരു കപ്പ് അയാൾക്ക് നേരെ കൊടുക്കുന്നു. ബട്ട് അയാൾ ഒന്നും കാണുന്നില്ല, അയാൾക്കൊന്നും വേണ്ട, അയാൾ എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. ഒന്നും അയാൾ കാണുന്നില്ല. അയാൾക്ക് കുറ്റബോധത്തിൽ ഇരിക്കുക തന്നെയാണ്. നിലവിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നുണ്ടാകും. പക്ഷേ അതൊന്നും അയാളെ മനസ്സിനുള്ളിലുള്ളതല്ല, പുറമേ കാണിക്കുന്നത് മാത്രം. ഉള്ളിൽ റിഗ്രഷൻ മാത്രമേ ഉള്ളൂ. നിലവിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നോ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നോ ഇല്ല. ഓവർ തിങ്കിങ് ആണ്, എന്തൊക്കെയോ ചിന്തിക്കുകയാണ്, ആലോചനയിലാണ് പേഴ്സൺ. ഒരു കപ്പ് അയാളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതൊന്നും അയാൾ സ്വീകരിക്കുന്നില്ല. 8 ഓഫ് വാൻസ് വന്നതുകൊണ്ട് തന്നെ ഒരു റിയൂണിയൻ ഉണ്ടാകും. പക്ഷേ ടൈം എടുക്കും, വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇത് കണക്റ്റായിട്ടുണ്ടെങ്കിൽ 1111 എന്ന ഏഞ്ചൽ നമ്പർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.